നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സർവശക്തനായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ക്യാമ്പിൻ്റെ ഏറ്റവും അവസാനത്തെ ദിവസത്തേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നതിനായിട്ട് സ്തോത്രം. കർത്താവേ, അങ്ങയുടെ വചനം ജീവനും ചൈതന്യവുമുള്ളതാണ്. ഇരുവായ്ത്തലയുള്ള വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. ഞങ്ങളുടെ സന്ധിമജ്ജകളെ വേർവിടുവിക്കുന്നതുവരെ അത് തുളച്ചു ചെല്ലുന്ന ദൈവത്തിൻ്റെ വചനമാണ്. അത് ഞങ്ങൾക്ക് കർത്താവെ പാലും അതുപോലെ തേനും അപ്പവും മാംസവുമൊക്കെ ആയിട്ടിരിക്കുന്നു. അതാണ് ഞങ്ങളെ നേരായ വഴിയിൽ നടത്തുന്നത്. നിൻ്റെ വചനം ഞങ്ങളെ ശുദ്ധീകരിച്ചു. അത് ഞങ്ങളെ ശക്തീകരിക്കുന്ന വചനമാണ്. കർത്താവെ, അങ്ങയുടെ വഴികളിൽ അങ്ങയുടെ വചനമനുസരിച്ച് വിശുദ്ധിയോടും വിശ്വസ്തയോടും പാർത്ത് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് കൃപ തരണം എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇന്നും ഞങ്ങൾ വീണ്ടും തിരുവചനത്തിൻ്റെ മുമ്പാകെ ഇരിക്കുകയാണ്. വചനത്തിൻ്റെ ഉടയവനായ ദൈവം ഞങ്ങളുടെ ഹൃദയങ്ങളോട് സംസാരിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ അത് ഞങ്ങൾക്ക് വിശദീകരിച്ച് നൽകണം. കർത്താവേ, ശമൂവേൽ പറഞ്ഞതുപോലെ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്നുള്ള മനോഭാവം ഞങ്ങൾക്ക് തരണം. ഞങ്ങളത് കേട്ട് അനുസരിക്കുവാനും ഞങ്ങളുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനും ദൈവം ഇടയാക്കണമേ. കർത്താവ് ഞങ്ങൾക്ക് കൃപ തരണം. നിൻ്റെ വചനവുമായിട്ട് അടിയൻ നിൽക്കുമ്പോൾ നിൻ്റെ ജനത്തിന് അനുഗ്രഹമാകുമാർ ഈ വചനത്തെ കർത്താവ് ഞങ്ങൾക്ക് വിളമ്പി തരണമേ. അതിനുള്ള കൃപയും അടിയന് തരണം എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ സകല മഹത്വവും അങ്ങേക്ക് തരുന്നു. ഞങ്ങളുടെ രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. കഴിഞ്ഞ രാത്രിയിൽ നാം അവസാനിപ്പിച്ചത് ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ ദൈവം ഇസഹാക്കിനോട് പറയുകയാണ്, Then he went up from there to Beersheba. അവനോട് പറഞ്ഞു, നീ ബേർഷേബയിലേക്ക് പോകാം. അങ്ങനെ അവൻ അവിടെ നിന്ന് ബേർഷേബയ്ക്ക് പോയി. ബേർഷേബയിലേക്ക് പോകുക എന്നുള്ളത് ദൈവം അവനെ നടത്തിയതാണ്. കാരണം ബേർഷേബയ്ക്ക് ഒത്തിരി പ്രത്യേകതകളുണ്ട്. നാം ഇന്നലെ കണ്ടപ്പോൾ നാം മനസ്സിലാക്കിയത് ബേർഷേബയിലായിരുന്നു ദൈവത്തെ അബ്രഹാം ആരാധിച്ച ഇടം. അവിടെ വെച്ചാണ് അവനൊരു ഉടമ്പടി ചെയ്ത സ്ഥലം. ബേർഷേബ അവന് സമാധാനത്തിൻ്റെ സ്ഥലമായിരുന്നു. സോ ഹി വെൻറ്റ് അപ്പ് ടു ബേർഷേബ. അവൻ ബേർഷേബയിലേക്ക് കയറിപ്പോയി. ബേർഷേബയിൽ ചെന്നപ്പോൾ ദൈവത്തെ ആരാധിക്കുവാൻ, ബേർഷേബയിൽ ചെന്നപ്പോൾ അവിടെ സമാധാനം അനുഭവിക്കുവാൻ, ബേർഷേബയിൽ ചെന്നപ്പോൾ ദൈവത്തോടുള്ള ഉടമ്പടികൾ, പിതാക്കന്മാർ ചെയ്ത ഉടമ്പടികളൊക്കെ ഓർക്കുവാൻ അവനിടയായി തീർന്നു. ആ ഇസഹാക്ക് തൻ്റെ ജീവിതം യാത്ര തുടർന്നു. അദ്ദേഹത്തിൻ്റെ മകൻ യാക്കോബ് ഇതേപോലെ ഒരു യാത്രക്കാരനായിരുന്നു. നമുക്കറിയാം, അബ്രഹാം വിശ്വാസികളുടെ പിതാവാണ്. അവൻ വിശ്വാസത്താൽ യാത്ര ചെയ്തു. അവൻ്റെ ജീവിതയാത്ര കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിച്ചു. ഇസഹാക്കും ആ നിലയിൽ ഒരു യാത്രക്കാരനായിരുന്നു. അവൻ ചെന്ന ഇടത്തൊക്കെ തൻ്റെ തലമുറയുടെ അനുഗ്രഹത്തിനു വേണ്ടി കിണറുകൾ കുഴിച്ച് അവരുടെ അനുഗ്രഹത്തിനു വേണ്ടി മുമ്പിൽ നിന്നവനാണ്. എന്നാൽ നമുക്കറിയാം, അവൻ വൃദ്ധനായപ്പോൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി അങ്ങ് പ്രായമായൊന്നുമില്ല. കാരണം അത് കഴിഞ്ഞു അവൻ ഒത്തിരി വർഷം ജീവിച്ചിരുന്നിട്ടുണ്ട്. അതിപ്പോൾ നമുക്ക് സമയമില്ല ചിന്തിക്കുവാനായിട്ട്. അവനൊരു ദിവസം മൂത്ത മോനോട് പറഞ്ഞു, യേശാവിനോട് പറഞ്ഞു, നീ വേട്ടയാടിക്കൊണ്ട് വരിക, എനിക്ക് അത് ഭക്ഷിച്ചിട്ട് നിന്നെ അനുഗ്രഹിക്കണം. ഈ ഭക്ഷണം കഴിച്ച് അനുഗ്രഹിക്കുന്ന ചില ആളുകളൊക്കെ ഉണ്ട്. ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാരും അങ്ങനെയാ. അപ്പോൾ ഏതായാലും ഇസഹാക്ക് അങ്ങനെ ഭക്ഷിച്ചിട്ട് അനുഗ്രഹിക്കാനിരുന്നു. പക്ഷേ അവൻ്റെ ഭാര്യ അവനെ പറ്റിച്ചു. ആട്ടിറച്ചി കൊടുത്തിട്ട് കാട്ടിറച്ചിയാണെന്നും പറഞ്ഞ് അവനെ തീറ്റിച്ചു. അങ്ങനെ അതെല്ലാം തിന്നു കഴിഞ്ഞിട്ട് അദ്ദേഹം ആ മോനെ അനുഗ്രഹിച്ചു. അങ്ങനെ പണ്ട് ഈ കുഞ്ഞു ഉദരത്തിൽ കിടന്നപ്പോൾ തന്നെ ഇളയവൻ മൂത്തവനേക്കാൾ ശ്രേഷ്ഠനാകുമെന്ന് ദൈവം പറഞ്ഞതുപോലെ യാക്കോബ് അനുഗ്രഹിക്കപ്പെട്ടു. അവൻ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു ദിവസം നിന്ന് മൽപ്പിടുത്തം നടത്തുമ്പോൾ ദൈവം അവനോട് പറഞ്ഞു, നീ ദൈവത്തോടും മനുഷ്യനോടും പോരാടി യുദ്ധം ചെയ്ത് ജയിച്ചത് കൊണ്ട് നിനക്ക് ഇസ്രായേൽ എന്ന് പേരാകും എന്ന്. അപ്പോൾ ഈ ഇസ്രായേൽ എന്ന യാക്കോബ് അവനും ഒരു യാത്രക്കാരനായിരുന്നു. അവനോട് ദൈവം പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് വരാം. ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം.
നമ്മൾ ഇവിടെ കാണുന്നത് ദൈവം യാക്കോബിനോട് പറയുകയാണ്, then God said to Jacob, arise, go up to Bethel and live there. ദൈവം യാക്കോബിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ബഥേലിലേക്ക് കയറിപ്പോകുക. ഗോ അപ് ടു ബഥേൽ. ഇസഹാക്കിനോട് പറഞ്ഞു ബേർഷേബയിലേക്ക് പോകുക, അല്ലെങ്കിൽ ബേർഷേബയിലേക്ക് ഇസഹാക്ക് കയറിപ്പോയി. ഇപ്പോഴിതാ മകൻ യാക്കോബിനോട് പറയുകയാണ് ബഥേലിലേക്ക് കയറിപ്പോകുക. ബഥേൽ, ബേത്ത് ഏൽ. ബേത്ത് എന്ന് പറഞ്ഞാൽ ഹൗസ്, വീട്. ഏൽ എന്ന് പറഞ്ഞാൽ ദൈവം. അപ്പോൾ ദൈവത്തിൻ്റെ വീട്, ദൈവത്തിൻ്റെ ഭവനം, ദൈവത്തിൻ്റെ ആലയം എന്നാണ് ബഥേൽ എന്ന വാക്കിൻ്റെ അർത്ഥം. ഇവിടെ യാക്കോബ് കുറേ യാത്ര ചെയ്തു വരികയായിരുന്നു. അവൻ ഓട്ടമായിരുന്നു. കുറേ നാളായിട്ട് ഓടിയതെല്ലാം അനുഗ്രഹം തേടി തന്നെയായിരുന്നു. അനുഗ്രഹവുമായിട്ടാണ് ഓടിയത്. അവൻ അപ്പനെ പറ്റിച്ച് അനുഗ്രഹം വാങ്ങി, ചേട്ടനെ പറ്റിച്ച് അനുഗ്രഹം നേടി, അമ്മായിയപ്പനെ പറ്റിച്ച് അനുഗ്രഹം നേടി, അനുഗ്രഹവുമായിട്ട് ഇങ്ങനെ ഓടുകയായിരുന്നു. ഒരു ദിവസം ദൈവത്തിൻ്റെ മുമ്പിൽ വന്നപ്പോൾ ദൈവം അവനോട് ചോദിച്ചു, നിന്റെ ശരിക്കുള്ള പേരെന്താണ്? അവൻ പറഞ്ഞു, എൻ്റെ പേര് ഉബായി എന്നാണ്. അപ്പോൾ ദൈവം പറഞ്ഞു, ഇതുവരെ ഉപായത്താൽ നേടിയ അനുഗ്രഹമല്ലേ, എന്നാൽ ഞാനിതാ നിന്നെ തൊടുന്നു. ഇനി മുതൽ നീ മുടന്തണം. നീ മുടന്തിയാണ് നടക്കാൻ പോകുന്നത്. പക്ഷേ നിന്റെ പേര് മാറാൻ പോകുകയാണ്, ഇസ്രായേൽ, ദൈവത്തിൻ്റെ പ്രഭു. ഞാൻ എൻ്റെ 24-ാമത്തെ വയസ്സിലാണ് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നാട്ടിലേക്ക് വന്നത്. ആ നാളുകളിൽ ഒന്നിൽ നല്ല ആരോഗ്യവാനായി ജിമ്മിലൊക്കെ എക്സർസൈസൊക്കെ ചെയ്യുന്ന നാളുകളായിരുന്നു. നന്നായിട്ട് ആരോഗ്യമുള്ള സമയം. അന്നൊരിക്കൽ ഞാൻ സുവിശേഷ വേലയിൽ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുമ്പോൾ എന്നെ ദൈവം തൊട്ടു. എൻ്റെ കാലിന് ഒരു മേജർ സർജറി, സൈനോവിയൽ കോൺട്രോമാറ്റോസിസ് എന്ന് പറയുന്ന വളരെ റെയറായിട്ടുള്ള ഒരു അസുഖം, അതിൻ്റെ സർജറി നടന്നു കഴിഞ്ഞാണ് ഡോക്ടറിന് അത് മനസ്സിലായത്. 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്ന് പറഞ്ഞു, എനിക്ക് അബദ്ധം പറ്റിപ്പോയി, ഇങ്ങനെയൊരു പ്രശ്നമായിരുന്നു, ഇനിയും 5 വർഷം കഴിഞ്ഞ് ഒരു സർജറി കൂടെ നടക്കണം, എനിക്ക് അത്രേ ചെയ്യുവാൻ കഴിഞ്ഞുള്ളൂ. 24-ാമത്തെ നല്ല പ്രായത്തിൽ കാണാൻ വന്നവരൊക്കെ പറഞ്ഞ, അയ്യോ പൊന്നുമോനെ, കല്യാണം കഴിക്കാൻ പ്രായമായി നിനക്കിത് പറ്റിയല്ലോടാ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. എനിക്കാകുമായിരുന്നെങ്കിൽ പ്ലാസ്റ്ററുള്ള ആ കാലേ ഞാൻ പറന്നൊരു തൊഴി കൊടുത്തേനമായിരുന്നു. എൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് പറയുക, കല്യാണം കഴിക്കാൻ പ്രായമായ നിനക്കിത് വന്നല്ലോടാ കുഞ്ഞേ എന്ന് പറഞ്ഞ് കരയുന്നവർ. പക്ഷേ ആ നാളുകളിൽ ഒന്നിൽ ഞാൻ എൻ്റെ കർത്താവിൽ പ്രത്യാശ വെച്ചു. ഇതെൻ്റെ നന്മയ്ക്കാണ്, ഇതെൻ്റെ തിന്മയ്ക്കല്ല. അന്ന് ഈ യാക്കോബിനെ കുറിച്ചുള്ള ഓർമ്മ എൻ്റെ ഹൃദയത്തെ നിറച്ചു. യാക്കോബിനെ ദൈവം തൊട്ടപ്പോൾ അവൻ്റെ പേര് മാറി. അവൻ്റെ പേര് ദൈവത്തിൻ്റെ പ്രഭു എന്നായി. അവൻ അന്ന് മുതൽ ഓടിയതാണ് അനുഗ്രഹത്തിന് വേണ്ടി. ഞാൻ അതോടുള്ള ബന്ധത്തിൽ ഒരു പാട്ട് എഴുതി. ആ പാട്ട് ഇങ്ങനെയായിരുന്നു: തകർത്തെന്നെ നീ നിനക്കായി പണിഞ്ഞിടുവാൻ, തളർത്തി എന്നെ നിനക്കായി ഓടിയിടുവാൻ, താഴ്ത്തി എന്നെ നിനക്കായി ഉയർത്തിടുവാൻ, തിരഞ്ഞെടുത്തു നിൻ പ്രഭുവാക്കിടുവാൻ. ഇസ്രായേലിൻ ദൈവം തന്നെ എന്നുടെ ദൈവമതാൽ ആശ്രയിക്കും എല്ലാ നാളും ആ ദിവ്യ നാമമതിൽ. ഞാൻ ഈ പാട്ട് ജോയ് ജോൺ സാറിൻ്റെ കയ്യിൽ ട്യൂൺ ചെയ്യാൻ കൊടുത്തപ്പം എന്നോട് ജോയ് ജോൺ സാർ ചോദിച്ചു, ഇതെന്തൊരു പാട്ടാടാ? തകർത്തു എന്നെ നിനക്കായി പണിയാൻ, തളർത്തി എന്നെ നിനക്കായി ഓടാൻ. അപ്പൊ തളർത്തിയാൽ എങ്ങനെയാടാ ഓടുന്നത് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ, യാക്കോബിനെ ദൈവം തൊട്ട് കഴിഞ്ഞ് അവൻ ഓടിയ ഓട്ടം അറിയാമോ? അവിടാണ് അവൻ അനുഗ്രഹവുമായിട്ട് ഓടിയത്. അവിടെ ആയിരുന്നു അവൻ്റെ അനുഗ്രഹത്തിൻ്റെ യാത്ര. ആ കാര്യമാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ആ യാക്കോബിൻ്റെ ദൈവം, ഇസ്രായേലിൻ ദൈവം തന്നെ എന്നുടെ ദൈവമതാൽ ആശ്രയിക്കും എല്ലാ നാളും ആ ദിവ്യനാമം അതിൽ. പ്രിയപ്പെട്ടവരെ, ആ പാട്ട് യൂട്യൂബിലുണ്ട്. വിൽസൺ ാണ് പാടിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കേൾക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ആ യാക്കോബ് ഓടുകയായിരുന്നു. യാക്കോബ് യാത്ര ചെയ്ത് ഹാരാനിൽ നിന്നും പുറപ്പെട്ട് ഇപ്പോൾ അവൻ വന്നെത്തിയത് ശേഖേമിലാണ്. ശേഖേമിൽ വെച്ച് ദൈവം അവനോട് പറഞ്ഞു, നീ ബഥേലിലേക്ക് കയറിപ്പോകുക. പ്രിയപ്പെട്ടവരെ, ഈ ബഥേൽ ദൈവത്തിൻ്റെ ഭവനമാണ്. ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് കയറിപ്പോയാൽ അവിടെ അനേകം അനുഗ്രഹങ്ങളുണ്ട്. പക്ഷേ ഇപ്പോഴും ശേഖേമിൽ, കനാന്യരുടെ നാട്ടിൽ യാക്കോബ് ജീവിക്കുമ്പോൾ ദൈവം പറയുകയാണ്, ഇവിടെ നിന്ന് നീ കയറിപ്പോകണം. ഈ സ്ഥലത്തിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാമല്ലോ. അതറിയണമെങ്കിൽ നമ്മുടെ സമയം നമ്മളെ അനുവദിക്കില്ല. 35-ാം അധ്യായം മുഴുവനായി വായിക്കണം. അവൻ്റെ മകള് ദീന നാട്ടിലെ പെൺകുട്ടികളെ കാണുവാനായിട്ട് പോയി. അവിടെ ഉത്സവത്തിന് പെൺകുട്ടികൾ നിന്ന് ഡാൻസ് കളിക്കുന്നത് പോലെ അവളും ഡാൻസ് കളിച്ചു. പെൺകുട്ടികൾ അണിഞ്ഞൊരുങ്ങുന്നത് പോലെ അവളും അണിഞ്ഞൊരുങ്ങി. അവിടെ നിന്ന് കളിക്കുമ്പോൾ, ചാടുമ്പോൾ, മറിയുമ്പോൾ അവിടുത്തെ പുരുഷന്മാർ, യുവാക്കന്മാരൊക്കെ നോക്കിയ
കഴിഞ്ഞപ്പോൾ അന്ന് അങ്ങനെയാണ് അവർ പെൺകുട്ടികളെ വിവാഹത്തിന് തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ അവിടുത്തെ ശേഖേം എന്ന് പറയുന്ന രാജകുമാരൻ അവളെ കണ്ടു. അവളുടെ നൃത്തമാണ് അവൻ ഇഷ്ടപ്പെട്ടത്, അവളുടെ ആട്ടവും ചാട്ടവും പാട്ടുമാണ് അവൻ ഇഷ്ടപ്പെട്ടത്. അവൻ അവളെ കൊണ്ടുപോയി ഭാര്യയാക്കി. പ്രിയപ്പെട്ടവരെ, എന്നാൽ വിവാഹാലോചന നടത്താതെ പിടിച്ചോണ്ടുപോയി ഭാര്യയാക്കിയത് കൊണ്ട് ഈ യാക്കോബിനും മക്കൾക്കും അത് വളരെ വേദനയായി. അപ്പോൾ യാക്കോബിനൊരു മോളെ നഷ്ടപ്പെട്ട സ്ഥലമാണ് ശേഖേം. ലോകമയത്വത്തിൻ്റെ പിന്നാലെ പോയി ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട സ്ഥലമാണ് ശേഖേം. എന്നിട്ട് ഈ ശേഖേമും അവൻ്റെ അപ്പനുമൊക്കെ വന്ന് പറഞ്ഞു, നിങ്ങളുടെ മോളെ ഞങ്ങളുടെ മോൻ തന്നെ കെട്ടിക്കോളും, കൂടെ നിർത്തിക്കോളും, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ 2 പിള്ളേരുണ്ടായിരുന്നു, ലേവിയും സഹോദരനും ശിമ്യോനും. അവർ ചെന്ന് അവരോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഞങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെയുള്ളവരുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമൊന്നുമില്ല, അതുകൊണ്ട് നിങ്ങൾ പരിച്ഛേദന കഴിയുകയാണെങ്കിൽ ഞങ്ങളുടെ മോളെ കെട്ടിച്ചു തരാം. അയ്യോ, ഞങ്ങൾ റെഡി, ഞങ്ങളുടെ നാട്ടിലെ എല്ലാവരും റെഡി. അവിടുത്തെ അപ്പച്ചൻ മുതൽ കുഞ്ഞു വരെ എല്ലാവരും അഗ്രചർമ്മം ഛേദിച്ചു. അഗ്രചർമ്മം ഛേദിച്ചു കഴിഞ്ഞപ്പോഴാണ് വേദന കൊണ്ടിരിക്കാൻ വയ്യ, നടക്കാൻ വയ്യ, കിടക്കാൻ വയ്യ. 3-ാം ദിവസം എന്ന് പറഞ്ഞാൽ വേദനയുടെ അങ്ങേ അറ്റമാണ്. അന്ന് ശിമ്യോനും ലേവിയും വാളെടുത്തുകൊണ്ട് അവരുടെ വീടുകളിലേക്ക് ചെന്ന് എല്ലാവരെയും കൊന്നുമുടിച്ചു. ചതിയുടെ സ്ഥലമാണ് ശേഖേം, വഞ്ചനയുടെ സ്ഥലമാണ് ശേഖേം, കൊലപാതകത്തിന്റെ സ്ഥലമാണ് ശേഖേം, പിടിച്ചുപറിയുടെ സ്ഥലമാണ് ശേഖേം. ആ ശേഖേമിലേക്ക് ചെന്ന് അവർ ഈ ദുഷ്ടത ചെയ്തു തിരിച്ചു വന്നു. അങ്ങനെ ഈ എല്ലാ കാര്യങ്ങളും ചെയ്ത് വഷളത്വത്തിന്റെ ഒരു ദേശമായ ശേഖേം, അവിടെ വെച്ച് യാക്കോബ് തന്റെ മക്കളോട് പറയുന്ന വാക്ക് ഇങ്ങനെയാണ്. അവിടെ 30-ാം വാക്യം 34-ാം അധ്യായത്തിന്റെ 30-ാം വാക്യം. അപ്പോൾ യാക്കോബ് ശിമയോനോടും ലേവിയോടും, ഈ ദേശനിവാസികളായ കനാന്യരുടെയും പെരിസ്യരുടെയും ഇടയിൽ നിങ്ങൾ എന്നെ നാറ്റിച്ചു, വിഷമത്തിലാക്കിയിരിക്കുന്നു. ഞാൻ ആൾ ചുരുക്കമുള്ളവനല്ലോ, അവർ എനിക്ക് വിരോധമായി കൂട്ടം കൂടി എന്നെ തോൽപ്പിക്കുകയും ഞാനും എൻ്റെ ഭവനവും നശിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ ശേഖേമിന്റെ പ്രത്യേകത എന്താണ്? യാക്കോബിന് ഭയം വന്ന സ്ഥലമാണ്. എൻ്റെ കുടുംബം തകർന്നു പോകും, എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും കൊല്ലപ്പെടും, ഞാൻ നശിച്ചു പോകുവാൻ ഇടയാകുന്ന സ്ഥലമാണ് ശേഖേം എന്ന് യാക്കോബ് പറഞ്ഞു. മക്കളോട് പറഞ്ഞു, നിങ്ങൾ എന്നെ വിഷമത്തിലാക്കി. യാക്കോബിന്റെ ദുഃഖത്തിന്റെ സ്ഥലമായി ശേഖേം മാറി. യാക്കോബ് പിന്നെയും പറയാണ്, നിങ്ങൾ എന്നെ ദേശത്തിന്റെ നടുവിൽ നാറ്റിച്ചു. പേരിന് അപമാനം വന്ന, അപവാദം കേൾക്കേണ്ടി വന്ന, പേരുദോഷം വന്ന സ്ഥലമായിട്ട് ശേഖേം മാറി. അപ്പോൾ ദൈവം യാക്കോബിനോട് പറയുകയാണ്, ഈ ലോകമയത്വമുള്ള, ഈ വഞ്ചനയും ചതിയുമുള്ള, കൊലപാതകവും ദുഷ്ടതയുമുള്ള, ഈ ദുഃഖം നിറഞ്ഞ, ഈ വഞ്ചന നിറഞ്ഞ ഈ സ്ഥലത്ത് നിന്ന്, നിന്റെ പേരുദോഷം വന്ന ഈ സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കുക. ഗോ അപ് ടു ബഥേൽ, ദൈവത്തിന്റെ ഭവനത്തിലേക്ക് പോകുക. ദൈവത്തിൻ്റെ ഭവനം അതൊത്തിരി പ്രത്യേകതകളുള്ളതാണ്. 1 തിമോഥെയോസ് 3-ാം അധ്യായത്തിന്റെ 14-ഉം 15-ഉം വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ എത്രയും വേഗത്തിൽ നിന്റെ അടുക്കലേക്ക് വരുവാൻ ആശിക്കുന്നു. താമസിച്ചു പോയാലോ സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായ ദൈവത്തിൻ്റെ ആലയത്തിൽ നടക്കേണ്ടത്, ജീവനുള്ള സത്യ ദൈവത്തിൻ്റെ ആലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഞാൻ ഇത് നിനക്ക് എഴുതുന്നു. There is a manner in which you must walk in the temple of God, in the church of God, in the house of God. ദൈവത്തിൻ്റെ ആലയത്തിൽ നീ നടക്കുവാനൊരു വിധമുണ്ട്. ദൈവാലയത്തിൽ നടക്കുന്നതിനൊരു ക്രമമുണ്ട്. ദൈവത്തിൻ്റെ ആലയം അത് ആരാധനാലയമാണ്. ദൈവത്തിൻ്റെ ആലയം അത് കൂട്ടായ്മയുടെ ഭവനമാണ്. ദൈവത്തിൻ്റെ ആലയം അത് സന്തോഷത്തിൻ്റെ ഭവനമാണ്. അവിടെ നീ നടക്കേണ്ടതിനൊരു ക്രമമുണ്ട്. പുതിയ നിയമവിശ്വാസികളായ നമ്മളും എങ്ങനെയാണ് ദൈവാലയത്തിൽ നടക്കേണ്ടതെന്ന് ദൈവം നമുക്ക് ക്രമം എഴുതി തന്നിട്ടുണ്ട്. ആ ക്രമം തെറ്റി നടക്കുന്നവരാരാണെങ്കിലും അവർ ദൈവ
ദൈവത്തിന്റെ ന്യായവിധിയിലൂടെ കടന്നുപോയേ മതിയാവുകയുള്ളൂ. ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് കർത്തൃമേശയിൽ നിന്ന് പങ്കുകൊള്ളുമ്പോൾ ഓരോരുത്തൻ തന്നെ താൻ ശോധന ചെയ്തിട്ട് വേണം തിന്നുകയും കുടിക്കുകയും ചെയ്യുവാൻ. ഇല്ലെങ്കിൽ ശിക്ഷാവിധി അനുഭവിക്കണം. ന്യായവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു, അത് ശാപമായി തീരുന്നു എന്ന് നാം വായിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ദൈവത്തിന്റെ ഭവനത്തിൽ നടക്കുവാൻ ഒരു ക്രമമുണ്ട്. ദൈവം യാക്കോബിനോട് പറയുകയാണ്, നീ ദൈവഭവനത്തിലേക്ക് കയറിപ്പോകുക. ദൈവത്തിന്റെ ഭവനം നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? സന്തോഷത്തിന്റെ സ്ഥലമാണോ? എനിക്ക് സഭയിൽ പോകുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ സഭയിൽ നിന്നിങ്ങനെ ഓടിക്കളിക്കുമ്പോൾ നമ്മൾ പറയും കുഞ്ഞുങ്ങളെ പിടിച്ചു വെക്കും. അവരെ ഞെക്കി പിടിച്ച് ഈ അമ്മമാർ കൊല്ലാൻ തുടങ്ങുന്ന കാണുമ്പോൾ എനിക്ക് വിഷമമാണ്. അവർ കളിക്കട്ടെ. സഭ സന്തോഷത്തിൻ്റെ ഇടമാണ് കുഞ്ഞുങ്ങൾക്ക് തോന്നട്ടെ. അത് ഉപദേശി പ്രസംഗിക്കുന്ന ഇടത്ത് തന്നെ വന്ന് നിന്ന് കളിക്കാനും ആ മേശയുടെ വിരിയെ പിടിച്ച് വലിക്കാനും ഒന്നും അനുവദിക്കാതെ കുഞ്ഞുങ്ങൾ പുറകിൽ നിന്ന് ഒന്ന് ചാടാനൊക്കെ അനുവദിക്കുക. അപ്പം നമ്മുടെ പ്രശ്നം എന്താണെന്നറിയാം, എനിക്ക് ഈ കുഞ്ഞുങ്ങളോടല്ല പിണക്കം, ഈ അമ്മമാരോടും അവിടെ ഇരിക്കുന്ന അപ്പച്ചന്മാരോടുമാണ്. അവരെല്ലാം അങ്ങോട്ട് നോക്കിയിരിക്കും. ഈ പിള്ളേരുടെ കളിയും കണ്ടോണ്ട് വീട്ടിൽ വെച്ച് ഒരു സമയവുമില്ല, അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഈ അമ്മയ്ക്ക് കളി കാണേണ്ടത് എൻ്റെ കുഞ്ഞ് സഭക്കാരുടെ മുമ്പിൽ നിന്ന് കളിക്കുന്നത് കണ്ട് ആസ്വദിക്കേണ്ടത്. നിങ്ങൾക്ക് ശാപം വരാൻ പോകുന്നത് ആ കുഞ്ഞിനല്ല. കുഞ്ഞിന് സഭയെന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെ ഇടമായി തീരട്ടെ. യേശു കർത്താവിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, ദാവീദ് പറയുമ്പോൾ, നിന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവെന്നെ തിന്നുകളയുന്നു. He rejoiced in going to the temple of God. It was a subject of zealous for his life. അവന് ഒരു എരിവുണ്ടാക്കുന്ന, ഒരു സീൽ നൽകുന്ന, ഒരു സന്തോഷം പകരുന്ന ഒരു ഇടമായിരുന്നു ദൈവത്തിന്റെ ആലയം. ഇന്ന് നമ്മുടെ പിള്ളേരോട് സഭയിൽ പോകാമെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് വേറെ പണിയുണ്ട് എന്ന് പറയുന്ന കാലം വന്നു. അങ്ങനെയല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവത്തിന്റെ സഭയെന്ന് പറഞ്ഞാൽ സന്തോഷം തോന്നുന്ന സ്ഥലമായിരിക്കണം. അവിടേക്ക് പോകാൻ അവർക്ക് ആവേശമുണ്ടാകണം. ദൈവം പറയുകയാണ്, ഗോ അപ് ടു ബഥേൽ, ദൈവത്തിന്റെ ഭവനത്തിലേക്ക് പോകുക. നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ ദൈവഭവനത്തിലേക്ക്, നമ്മുടെ സഭാഹോളിലേക്ക്, സഭയിലേക്ക് പോകുവാനായിട്ട് നമ്മൾ അവരെ പ്രേരിപ്പിക്കണം. ഈ 35-ാം അധ്യായം ഞാൻ വായിച്ച് എനിക്കൊരു 10-12 കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. പക്ഷേ സമയം ഒക്കുകയില്ല. 7 കാര്യം പറയണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ അതിനുവേണ്ടി വേഗത്തിൽ ശ്രമിക്കുകയാണ്. ഈ ബഥേൽ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്? ഒന്നാമത്തെ കാര്യം, എറൈസ് ഗോ അപ് ടു ബഥേൽ. നമ്മുടെ മലയാളത്തിൽ അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. നീ പുറപ്പെട്ട് ബഥേലിലേക്ക് കയറിപ്പോകുക. പ്രിയപ്പെട്ടവരെ, ഒന്നാമത് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഗോ അപ് ടു ബഥേൽ, ബഥേലിലേക്ക് കയറിപ്പോകുക. ഇറ്റ് ഈസ് ആൻ അപ്വേർഡ് ജേർണി. ഇത് മുകളിലേക്കുള്ള ഒരു യാത്രയാണ്. ദൈവത്തിൻ്റെ ഭവനത്തിലേക്കുള്ള യാത്ര ഉയരത്തിലേക്കുള്ള യാത്രയാണ്. നമ്മുടെ കർത്താവ് നമ്മളെ വിളിക്കുന്നത് ഇവിടെ കയറി വരിക എന്നാണ്. അവിടേക്ക് കയറി പോകുവാനായിട്ടുള്ള ഒരു യാത്രയാണ് ദൈവത്തിൻ്റെ ഭവനത്തിലേക്കുള്ള യാത്ര. നമ്മൾ അവിടേക്ക് യാത്ര ചെയ്തു പോകുന്നവരാ. നമ്മൾ ഓരോ ഞായറാഴ്ചയും കർത്താവിനെ ആരാധിക്കാൻ നമ്മുടെ സഭയിലേക്ക് കയറിപ്പോകും. അങ്ങനെ കയറിപ്പോയി ഒരു ദിവസം കർത്താവ് പറയും, ഇത്രയും നാൾ നിങ്ങൾ വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ എന്നെ കണ്ടല്ലേ ആരാധിച്ചത്. അന്ന് കർത്താവ് പറയും, ഇഞ്ഞ് കയറിപ്പോര്, മുഖാമുഖം കണ്ടാരാധിക്കുവാൻ, എൻ്റെ അടുത്തേക്ക് കയറി വരുവാൻ നമ്മളോട് പറയും. അതുകൊണ്ട് ഇറ്റ് ഈസ് ആൻ അപ്വേർഡ് ജേർണി. ഇത് ഉയരത്തിലേക്കുള്ള ഒരു യാത്രയാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ ആത്മീക യാത്ര തുടർന്നില്ലേ? എത്രയോ കാലമായി ഇത് തുടങ്ങിയിട്ട് ഇത് തുടരുകയല്ലേ? ഈ ദിവസങ്ങളിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക. ആത്മീകമായി സ്റ്റെപ്പുകൾ കയറി ഉയരത്തിലേക്ക് പോകുന്ന അനുഭവമാണോ, അതോ നിങ്ങൾ ബഥേൽ എന്ന സ്ഥലം വിട്ടുപോകുന്ന അനുഭവമാണോ ജീവിതത്തിലുള്ളത്? ഒന്ന് ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. നമ്മൾ ആത്മീകമായി ഉയരത്തിലേക്ക് കയറിപ്പോകേണ്ട, അനുഗ്രഹത്തിലേക്ക് കയറിപ്പോകേണ്ട, കൂട്ടായ്മയിലേക്ക് കയറിപ്പോകേണ്ട ഒരു യാത്രയാണിത്. ബഥേലിലേക്കുള്ള യാത്ര ഉയരത്തിലേക്ക്, ഉന്നമനത്തിലേക്ക്, ഐശ്വര്യത്തിലേക്ക് ഉള്ള യാത്രയാണ്. ബഥേലിലേക്ക് കയറിപ്പോകുക എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ യാക്കോബ് ബഥേലിലേക്ക് കയറിപ്പോയി. നമുക്കും നമ്മുടെ ദൈവാലയത്തിലേക്ക് ചെന്ന് ദൈവത്തെ ആരാധിക്കുവാൻ,
ദൈവമക്കൾ ഒന്നിച്ചു കൂടുന്ന സ്ഥലത്തേക്ക് ചെന്ന് അവരോടൊപ്പം സന്തോഷിക്കുവാൻ, കൂട്ടായ്മ അനുഭവിപ്പാൻ ഒരു താല്പര്യമുണ്ടോ? അത് നമ്മളിൽ വർദ്ധിച്ചു വരണം. എനിക്ക് ഉയരങ്ങളിലേക്ക് പോകണം, ആത്മീകമായ ഉയർച്ച എനിക്കുണ്ടാകണം. അതായിരിക്കട്ടെ നമ്മുടെ യാത്ര. ആ യാത്രയ്ക്ക് വേണ്ടി ആയിരിക്കട്ടെ നമ്മൾ പടക്കൊപ്പ് കൂട്ടുന്നത്. ഇനിയും അടുത്ത കാര്യം ഞാൻ പറയട്ടെ. രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരുമ്പോൾ 1-ാം വാക്യം തന്നെ നമുക്കൊന്നുകൂടെ വായിക്കാം. അനന്തരം ദൈവം യാക്കോബിനോട്, നീ പുറപ്പെട്ട് ബഥേലിൽ ചെന്ന് പാർക്കുക. നിന്റെ സഹോദരനായ ഏശാവിൻ്റെ മുമ്പിൽ നിന്ന് നീ ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുക. ഇറ്റ്സ് എ പ്ലേസ് ഓഫ് അൾട്ടാർ. ഇതൊരു യാഗപീഠത്തിൻ്റെ സ്ഥലമാണ്. ഇവിടെ ദൈവം യാക്കോബിനോട് പറഞ്ഞത് എന്താണ്? അവനോട് പറയുകയാണ്, നീ നിന്റെ സഹോദരനായ ഏശാവിൻ്റെ അടുക്കൽ നിന്ന് ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് ഒരു യാഗപീഠം ഉണ്ടാക്കുക. നമുക്കറിയാം, പണ്ട് യാക്കോബ് തൻ്റെ സഹോദരനായ ഏശാവിനെ പേടിച്ചൊരോട്ടം ഓടി 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 ചെന്നെത്തിയത് സ്ഥലത്തിൻ്റെ പേര് ലൂസ് എന്ന് പറയുന്ന സ്ഥലം. ലൂസ് എന്ന് പറയുന്ന സ്ഥലത്ത് വന്നപ്പോൾ യാക്കോബിന് ലൂസ് പിടിച്ചോന്ന് എനിക്കറിയത്തില്ല. അവനൊരു തലേണ എടുത്താണ് തലയ്ക്ക് താങ്ങായിട്ട് വെച്ചത്. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ വീട്ടിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ തലേണയായിട്ട് കല്ലെടുത്ത് വെക്കുമോ? കല്ലെടുത്ത് വെച്ച് തലേണയാക്കി, കല്ല് വെച്ച് തലേണയാക്കി കിടക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നമ്മളൊരു വാഴക്കച്ചി എന്ന് പറഞ്ഞാൽ വാഴയുടെ ആ ഇല അതെടുത്ത് ചിലപ്പോൾ ഉണങ്ങിയ ഇല ചുരുട്ടി കൂട്ടി വെക്കും. അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് ഇല വല്ലതും കൂട്ടി വെച്ചിട്ട് തല ഒന്ന് സോഫ്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടി വെച്ചേക്കും. ഇവൻ കല്ലെടുത്ത് തലേണയായി വെച്ചു. ചുമ്മാതല്ല കേട്ടോ, ഓടിപ്പോന്ന വഴിയിലേ അറിയാം എൻ്റെ സഹോദരൻ പുറകെ വരും. രാത്രി ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത് അവൻ വരുന്നെന്നുണ്ടെങ്കിൽ കല്ലെടുത്ത് അവൻ്റെ തലക്കടിച്ച് കൊല്ലും ഞാൻ. പണ്ട് ആദാമിൻ്റെ പിള്ളേർ ചെയ്തതുപോലെ അതിനാ കല്ലെടുത്ത് വെച്ചത്. അങ്ങനെ കല്ലും വെച്ച് കിടന്നുറങ്ങുക. വാശിയാ മനസ്സിൽ മുഴുവൻ, ദേഷ്യമാ മനസ്സിൽ മുഴുവൻ. എൻ്റെ വീട് വിട്ട് എന്നെ ഓടിപ്പോകുവാൻ ഇടയാക്കിയ ചേട്ടൻ എൻ്റെ അടുത്തെങ്ങും വന്നാൽ ഞാൻ അവനെ തട്ടും എന്നതായിരുന്നു അവൻ്റെ വിചാരം. അങ്ങനെ കല്ല് വെച്ച് കിടന്നുറങ്ങുമ്പോൾ നല്ലപോലെ ഉറക്കം വന്നു കേട്ടോ. ആ ഉറക്കം വന്നപ്പോഴാണ് അവനൊരു ദർശനമുണ്ടായത്. എന്താണ്? ദൈവം ഒരു ഗോവണിയുടെ അങ്ങേ അറ്റത്തിരിക്കുന്നു. അവനത് കണ്ടു. ദൂതന്മാർ കയറുന്നു ഇറങ്ങുന്നു. അവന് മനസ്സിലായി ഇത് ദൈവമുള്ള സ്ഥലമാണ്. ഞാൻ കല്ലുമായിട്ട് കിടന്നുറങ്ങുമ്പോഴും എൻ്റെ സഹോദരനെ കൊന്ന് ഞാൻ പകരം വീട്ടാതിരിപ്പാൻ തക്കവണ്ണം ഞാൻ കിടക്കുന്നതിന് ചുറ്റും, എൻ്റെ ഭവനത്തിന് ചുറ്റും, എൻ്റെ കുടുംബത്തിന് ചുറ്റും എന്നെ കാവൽ ചെയ്യുന്ന ഒരു ദൈവം ഉണ്ടെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുവാൻ യാക്കോബിനോട് പറയുകയാണ്, യാക്കോബേ, നീ കിടന്നുറങ്ങുമ്പോൾ നിന്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം നിന്നെ കാക്കേണ്ടതിന് ദൂതന്മാരോട് കൽപ്പിക്കുന്ന ദൈവം തൻ്റെ ദൂതന്മാരെ അവിടെ ഇറക്കിയിരിക്കുകയാണ്. നീ കിടക്കുന്ന ഇടം ദൈവം വസിക്കുന്ന ഇടമാണ്. യാക്കോബ് ആ സ്ഥലത്തിന് പേരിട്ടു ബഥേൽ. അപ്പോൾ നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥലം ഒരു ആരാധനയുടെ സ്ഥലമാണ്. ഇത് ഒരു ദൈവസന്നിധിയിലേക്ക് വന്ന് യാഗമർപ്പിക്കുന്ന ഇടമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ മുമ്പിൽ ഉടമ്പടി ചെയ്തിട്ട് ഓടിപ്പോയതാണ്. ഇപ്പോൾ ദൈവം പറയുകയാണ്, നീ എഴുന്നേറ്റ് നീ ഏശാവിൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് ഒരു യാഗപീഠം ഉണ്ടാക്കുക. പ്രിയപ്പെട്ടവരെ, യാക്കോബ് ദൈവത്തോട് ഒരു ഉടമ്പടി ചെയ്ത അന്നല്ലേ ലൂസിൽ അവൻ ഈ കല്ല് വെച്ചിട്ട് അതിനെ അഭിഷേകം ചെയ്തിട്ട് അവൻ പറഞ്ഞു, എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിച്ച് മടക്കി വരുത്തിയാൽ ഞാൻ ഈ സ്ഥലത്ത് ദൈവത്തെ ആരാധിക്കും. പ്രതിജ്ഞ ചെയ്തിട്ടൊരു പോക്ക് പോയതാ. ഇപ്പൊ എത്ര നാളായി? 20 വർഷം നമ്മൾ ഇങ്ങനെ, കർത്താവേ, ഈ കാലിൻ്റെ സർജറി കഴിഞ്ഞു. എന്നെ ആ സർജറിയുടെ സമയത്ത് അനസ്തേഷ്യ നടന്നപ്പോൾ, കർത്താവേ, എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പ്രാപ്തി തന്നാൽ ഞാൻ ഈ നാട് മൊത്തം സുവിശേഷീകരിക്കും. എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയപ്പോൾ
നമ്മളതൊക്കെ മറന്നു. ഗൾഫിലേക്ക് പോയപ്പോൾ പറഞ്ഞു, കർത്താവേ എനിക്കൊരു മാസം 30,000 രൂപ ശമ്പളം തരണം, അതിൻ്റെ 10% ഞാൻ കർത്താവിന് കൊടുക്കും. അത് 60,000 ആയാൽ ഞാൻ അതിൻ്റെ 20% കർത്താവിന് കൊടുക്കും. അത് 1,20,000 തന്നാൽ 40 നീ എടുത്തോ, അത് 2,40,000 ആയാൽ 80 നീ എടുത്തോ, എനിക്ക് 20 മതി. പല പ്രതിജ്ഞകളായിരുന്നല്ലേ. പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ പ്രതിജ്ഞയെല്ലാം മറക്കും. യാക്കോബ് അവിടെ ചെന്ന ഒരു പെണ്ണിനെ കണ്ടു. അന്ന് മുതൽ അവക്ക് വേണ്ടി ആ സമയം 7 വർഷം വൃഥാ കളഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ വേറൊരുത്തിയെ കെട്ടി. പിന്നെ 7 ദിവസം വെറുതെ കളയേണ്ടി വന്നു അവക്ക് വേണ്ടി. അങ്ങനെയാണ് രണ്ടാമത് ആഗ്രഹിച്ച പെണ്ണിനെ കെട്ടാൻ കഴിഞ്ഞത്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ പിള്ളേർ ജനിക്കാൻ തുടങ്ങി, വീടിന് വേണ്ടി അധ്വാനിക്കാൻ തുടങ്ങി. ഇവൻ അതങ്ങ് മറന്നുപോയി. ദൈവത്തോട് ചെയ്ത പ്രതിജ്ഞ മറന്നുപോയി. ഇപ്പോൾ ദൈവം പറയുക, നിങ്ങളും ഞാനും ദൈവത്തിൻ്റെ മുമ്പിൽ ഒത്തിരി പ്രതിജ്ഞകൾ ചെയ്തിട്ടുണ്ടല്ലേ, നിങ്ങൾ മറക്കും. അതിവേഗത്തിൽ ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്നും നീ പറയരുത്, ഉടമ്പടി ഒന്നും പറയരുത്, സത്യം ചെയ്യുവാൻ ബന്ധപ്പെടരുത്. കാരണം എന്താണെന്നറിയാമോ? ദൈവം അത് ഓർത്തിരിക്കും. ഡോക്ടർ പറഞ്ഞു ഈ സ്ത്രീക്ക് പ്രസവിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഗർഭപാത്രത്തിന് വലിപ്പം കുറവാണ്, ഇന്നിന്ന പ്രശ്നങ്ങളുണ്ട്, ഫൈബ്രോയിഡ് ഉണ്ട് എന്നൊക്കെ. അന്ന് മുട്ടുമേ നിന്ന് പ്രാർത്ഥിച്ചല്ലേ, കർത്താവേ എന്നെ നിന്ദിതയാക്കല്ലേ കർത്താവേ, എനിക്കൊരു ആൺകുഞ്ഞിനെ തന്നാൽ നിന്റെ വേലയ്ക്ക് വിട്ടേക്കാമേ കർത്താവേ. അവൻ ഇച്ചിരി ബുദ്ധിയും ഇച്ചിരി സൗന്ദര്യം ഉണ്ടെന്ന് കണ്ടപ്പോൾ പറഞ്ഞു, ഇവനെ വേണ്ട, അടുത്ത ഒരെണ്ണം ചട്ടുകാലനുണ്ടായാൽ മുടന്തനുണ്ടായാൽ അവനെ കൊടുക്കാം എന്ന് ചിന്തിച്ചു. പക്ഷേ വേറെ ഒന്നിനെയും തന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴെന്താ ചെയ്തു? നമ്മൾ ഇവനെ വേറെ ഒന്നിലേക്ക് വിട്ടു. അല്ലേ നീ ചെയ്ത ഉടമ്പടി മറക്കാത്ത ഒരു ദൈവമുണ്ട്. ദൈവത്തിന്റെ മുമ്പിൽ നീ ചെയ്ത പ്രതിജ്ഞയൊന്നും ദൈവം മറന്നിട്ടില്ല. അതുകൊണ്ട് 20 വർഷം ദൈവം കാത്തിരുന്നു. ദൈവം പറഞ്ഞു, നിനക്ക് പിള്ളേരായി, നിനക്ക് ഭാര്യമാരായി, അവരുടെ ദാസിമാരും നിന്റെ ഭാര്യമാരായി, ഇപ്പം മതി, പിള്ളേർ ഇത്രയുമായില്ലേ, എഴുന്നേറ്റ് പോകുക. ശേഖേം അത് അപമാനത്തിന്റെ സ്ഥലമാ, ഇവിടെയല്ല നിനക്ക് നിൽക്കാനുള്ള സ്ഥലം. നീ പോകുക. എവിടെ? യാഗം കഴിക്കുവാൻ നിനക്ക് സൗകര്യമുള്ള, ആരാധന കഴിപ്പാൻ നിനക്ക് സൗകര്യമുള്ള ആ സ്ഥലത്തേക്ക് നീ എഴുന്നേറ്റ് പോകുക. അതുകൊണ്ട് ഇത് ഒരു ആരാധനയുടെ സ്ഥലമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവാലയത്തിലേക്ക് നാം ആരാധിക്കാൻ പോകാറുണ്ട്. നിങ്ങളും ഞാനും ആരാധിക്കാൻ പോകുന്നത് എങ്ങനെയാണ്? ഞാൻ പലപ്പോഴും എൻ്റെ വീട്ടിലും എൻ്റെ കൂടെ അടുത്ത് സഹകരിക്കുന്ന സഹോദരിമാരോടും പറയും, കർത്താവിനെ ആരാധിക്കാനായിട്ട് പുരുഷന്മാർ പലരും തലേന്നേ ധ്യാനചിന്തയൊക്കെ തയ്യാറായിട്ട് ആണ് പോകുന്നത്. നിങ്ങൾ എങ്ങനെയാണ് പോകുന്നത്? രാവിലെ ബന്ധപ്പെട്ട് കറികളെല്ലാം ഉണ്ടാക്കി ചാടിപ്പിടിച്ചു പോയൊരു സാരി എടുത്തെടുത്ത് വേഗത്തിൽ പോകുന്ന സ്വഭാവമാണോ? അങ്ങനെയെല്ലാം ബന്ധപ്പാടുണ്ട്. പക്ഷേ നിങ്ങളും ആരാധനയ്ക്ക് വേണ്ടി ഒരുങ്ങണം. അടുത്ത ദിവസത്തേക്ക് ഒരു ധ്യാനചിന്ത ഹൃദയത്തിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കണം. നിങ്ങളും പാട്ട് പാടിക്കൊണ്ടിരിക്കണം. നിങ്ങൾക്ക് എങ്ങനെയാ സന്തോഷം വരുന്നതെന്നറിയാമോ? നിങ്ങൾ പാടിക്കൊണ്ടിരുന്ന അതേ പാട്ട് തന്നെ സഭയിൽ ഒന്നാമതൊരു സഹോദരനെടുത്ത് പാടുന്നു. നിങ്ങളുടെ ഹൃദയം സന്തോഷം കൊണ്ട് തുടിക്കും. നിങ്ങൾ ധ്യാനിച്ച ആ വേദഭാഗം തന്നെ സഭയിൽ ഒരു സഹോദരൻ എഴുന്നേറ്റ് ധ്യാനത്തിനായിട്ട് പറയുന്നു. നിങ്ങൾ സന്തോഷം കൊണ്ട് നിറയും. നിങ്ങൾ വായിച്ചിട്ട് പോയ സങ്കീർത്തനം മറ്റൊരാൾ വായിക്കുമ്പോൾ, ഓ കർത്താവേ, നീ എന്നെ ഒരുക്കുകയായിരുന്നല്ലോ, നീ എത്ര മഹത്വവാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ ആരാധിക്കുവാനിടയാകും. അതുകൊണ്ട് ബഥേലിലേക്ക് പോകുമ്പോൾ ആരാധനയ്ക്കായിട്ട് ഒരുങ്ങിപ്പോകുവാൻ ഇടയായി തീരണം. ഞാൻ വേഗത്തിൽ അടുത്ത കാര്യത്തിലേക്ക് വരട്ടെ. അതിൻ്റെ 2-ാം വാക്യം അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. 35-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. അപ്പോൾ യാക്കോബ് തന്റെ കുടുംബത്തോടും കൂടെയുള്ള എല്ലാവരോടും, നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളഞ്ഞ് നിങ്ങളെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറുവീൻ. ഇറ്റ്സ് എ പ്ലേസ് ഓഫ് സാങ്ക്ടിറ്റി ആൻഡ് ഹോളിനെസ്. ദൈവത്തിന്റെ ആലയം എന്ന് പറഞ്ഞാലേ ഒരു വിശുദ്ധ സ്ഥലമാണ്. അവിടെ ദൈവത്തിന് മഹത്വം വരുന്ന, ദൈവത്തിന്റെ വിശുദ്ധിയെ വിശദീകരിക്കുന്ന, ദൈവത്തിന് മഹത്വം കൊണ്ടുവരുന്ന ഒരു സ്ഥലമായിട്ട് മാത്രം ഇവിടം ഇരിക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആലയം ഒരു വിശുദ്ധിയുള്ള സ്ഥലമാണ്. നമ്മൾ പലപ്പോഴും കല്യാണത്തിന് പോകുമ്പോഴൊക്കെ നന്നായിട്ട് ഒരുങ്ങിപ്പോകും. ദൈവാലയത്തിലേക്ക് പോകുമ്പോൾ ഇട്ട് പഴകി ഒരു ചുരിദാറോ 3 പ്രാവശ്യം ഉടുത്ത ഒരു സാരിയോ എടുത്ത് ഉടുത്തോണ്ട് ഒരൊറ്റ പിടിയിൽ വിടും അല്ലേ? അങ്ങനെ അല്ല കേട്ടോ. നമ്മുടെ ഒരുക്കത്തിൽ പോലും എന്നോടൊരു സഹോദരൻ പറഞ്ഞു, തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു സുവിശേഷകന, അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ അവിടുത്തെ ആരാധനയ്ക്ക് വരുന്ന സഹോദരിമാർ തലയിൽ മുല്ലപ്പൂ ചൂടിയൊക്കെയാണ് വരുന്നത്.
അതെനിക്ക് അത്ര താല്പര്യമുള്ള കാര്യമല്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് അറിയാമോ? ഞങ്ങളുടെ സഹോദരിമാർ പറയുന്നത്, ഞങ്ങൾ ഏറ്റവും നല്ല സ്ഥലത്ത് പോകുമ്പോഴാണ് നന്നായിട്ട് ഒരുങ്ങുന്നത്. ഞങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ പോകുന്നതാണ് ഏറ്റവും നല്ല സ്ഥലമെന്ന് വിശ്വാസത്തിലേക്ക് വന്നപ്പം മുതൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, അണിഞ്ഞൊരുങ്ങി സൗന്ദര്യം കാണിക്കാൻ പോകുവാനല്ല ഞാൻ പറയുന്നത്. വിശുദ്ധിയുടെ വസ്ത്രാലങ്കാരവുമായി നമ്മൾ ആ ചെല്ലുന്ന ഇടത്ത് നമ്മൾ അത്രയധികം ദൈവത്തെ ഭയപ്പെടുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നു, ദൈവ സന്നിധിയുടെ വിശുദ്ധി നമ്മൾ ആദരവോടെയാണ് കാണുന്നതെന്നുള്ള ഓർമ്മയോടെ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് പോകണം. ഇത് ഒരു വിശുദ്ധിയുടെ സ്ഥലമാണ്. നമുക്കറിയാം, വിശുദ്ധിയുടെ സ്ഥലം എന്ന് പറയുമ്പോൾ നമുക്ക് മോശയോടുള്ള ബന്ധത്തിൽ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, നീ നിൽക്കുന്ന ഭൂമി സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ നിന്റെ കാലിൽ നിന്ന് നിന്റെ ചെരുപ്പ് അഴിച്ച് മാറ്റുക. അവൻ ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ അവൻ പൊടിയിലൂടെ നടന്ന, അഴുക്കിലൂടെ നടന്ന അവൻ്റെ ചെരുപ്പ് പോലും അഴിച്ചു മാറ്റിയിട്ട് വിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നിൽക്കുന്നതെന്നുള്ള ഓർമ്മയോടുകൂടിയാണ് അവൻ നിന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്ഥലം സഭകൾ വിശുദ്ധിയുടെ ഇടമായി തീരണം. നമ്മുടെ സ്ഥലം സഭയിൽ അശുദ്ധിയിൽ ജീവിക്കുന്നവർ കർത്തൃമേശയിലേക്ക് കൈനീട്ടുവാൻ നമ്മൾ അനുവദിക്കരുത്. അതൊരു വിശുദ്ധമായ സ്ഥലമാണ് എന്നുള്ള ഓർമ്മയോടുകൂടി നാം ആ സ്ഥലത്തെ സൂക്ഷിക്കണം. അതുകൊണ്ട് ബേഥേൽ അത് വിശുദ്ധിയുടെ സ്ഥലമാണ്. യാക്കോബ് എന്ത് ചെയ്തു? തൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം, വസ്ത്രം മാറണം, അന്യദേവന്മാരെ നീക്കിക്കളയണം, എന്നിട്ട് നമുക്ക് ബേഥേലിലേക്ക് പോകണം. ഇനിയും 4-മതായിട്ട് ഈ ബേഥേലിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നത് 4-ാം വാക്യത്തിലാണ്. ഒരാൾ വായിക്കാമോ 4-ാമത്തെ വാക്യം? നമ്മളിവിടെ കാണുന്ന കാര്യം, അവർ യാക്കോബ് പറഞ്ഞതനുസരിച്ച് ആരാധനയ്ക്ക് വേണ്ടി പോകാൻ ഒരുങ്ങണം. യാക്കോബ് പറഞ്ഞതനുസരിച്ച് അവർ തങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെയൊക്കെയും കാതുകളിലെ കുണുക്കുകളും യാക്കോബിന്റെ പക്കൽ കൊടുത്തു. യാക്കോബ് അവയെ ശേഖേമിനരികെയുള്ള കരുവേലകത്തിൻ കീഴിൽ കുഴിച്ചിട്ടു. No more worldliness in this upward journey into the house of God. ഈ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കയറി പോകുമ്പോൾ ലോകമയത്വം ഒന്നും നമ്മളോടുകൂടെ വേണ്ട. കാതിലെ കുണുക്കുകൾ വേണ്ട, അന്യദേവന്മാർ വേണ്ട, ഈ ലോകത്തിൽ നമ്മൾ നേടിയെടുത്ത മ്ലേച്ഛതകളൊന്നും വേണ്ട. ഇതൊന്നുമില്ലാതെ പോകേണ്ട ഒരിടമാണ് ദൈവത്തിൻ്റെ ആലയം. അപ്പോൾ നമ്മളിവിടെ കാണുന്നത് എന്താണ്? അവർ തങ്ങളുടെ പക്കലുള്ളതെല്ലാം യാക്കോബിന്റെ കയ്യിൽ കൊടുത്തു. അവനതൊരു കരുവേലകത്തിൻ കീഴെ കുഴിച്ചിട്ടു എന്ന് പറഞ്ഞാൽ എന്നേക്കും ഒരിക്കലായിട്ട് മാറ്റി. പ്രിയപ്പെട്ടവരെ, വിശുദ്ധിയോടെ കയറിപ്പോകേണ്ട, വിശുദ്ധിക്ക് വില കൊടുക്കേണ്ട ഒരു ഇടമാണ് ദൈവത്തിൻ്റെ സന്നിധി എന്നുള്ള ചിന്ത നമ്മളെ ഭരിക്കുന്ന ഒരു കാര്യമാണ് ഈ ബേഥേൽ. ഞാൻ എൻ്റെ സമയം വളരെ വേഗത്തിൽ പോകുന്നതുകൊണ്ട് അടുത്ത കാര്യത്തിലേക്ക് പോകട്ടെ. 35-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം, അവിടെ നാം അടുത്ത കാര്യം കാണുന്നു. നമുക്കറിയാം, ശേഖേമിൽ നിന്ന് യാക്കോബ് പോകുമ്പോൾ ഈ ദേശക്കാരെന്നെ കൊന്നുകളയും, എന്നെയും കുടുംബത്തെയും നശിപ്പിച്ചു കളയുമെന്നും പറഞ്ഞു ഭയത്തോടെയാണ് പോകുന്നത്. യാക്കോബിനുള്ളിൽ ഭയമുണ്ടായിരുന്നു. എൻ്റെ പിതാവായ ഇസഹാക്കിന്റെ ഭയമായ ദൈവമെന്ന് ദൈവത്തെക്കുറിച്ച് പറഞ്ഞ് യാക്കോബിനാണ് ഇപ്പോൾ ഭയം. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ഭയപ്പെടുന്നവന് മനുഷ്യനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കുന്നവന് മനുഷ്യന്റെ മുമ്പിൽ മുട്ടുമടക്കേണ്ട ആവശ്യമില്ല. പക്ഷേ യാക്കോബ് ഇപ്പോൾ ബേഥേലിലേക്ക് പോകുമ്പോൾ ശേഖേമിൽ നിന്നും ഗ്രസിച്ചിരുന്ന ഒരു ഭയം അവന്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. പക്ഷേ നമ്മളോട് വായിക്കുന്ന വാക്കിങ്ങനെയാണ്, 5-ാം വാക്യം, പിന്നെ അവിടെ ഉപയോഗിക്കുന്ന ആ വാക്ക് പിന്നെ എന്നും അനന്തരമെന്നും അപ്പോൾ എന്നും ഒക്കെയുള്ള വാക്കൊക്കെ ഒത്തിരി വിശദീകരിക്കേണ്ട വാക്കുകളാ, സമയം പോരാ. പക്ഷെ പിന്നെ എന്ന് പറഞ്ഞാൽ എപ്പോൾ? അവരുടെ കൂട്ടത്തിലെ അന്യദേവന്മാരെയും കുണുക്കുകളെയും ഒക്കെ കരുവേലകത്തിൻ കീഴെ കുഴിച്ചിട്ടപ്പോൾ, അശുദ്ധി അവരുടെ ഇടയിൽ നിന്ന് നീക്കിയപ്പോൾ, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുവാൻ അവർ തീരുമാനമെടുത്തപ്പോൾ അവരുടെ ഭയം
അത് മറ്റുള്ളവരിലേക്ക് ദൈവം മാറ്റിക്കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മളോട് വായിക്കുന്ന വാക്കിങ്ങനെയാണ്, 5-ാം വാക്യം, പിന്നെ അവർ യാത്ര പുറപ്പെട്ടു, അവരുടെ ചുറ്റുമിരുന്ന പട്ടണങ്ങളുടെ മേൽ ദൈവത്തിന്റെ ഭീതി വീണതുകൊണ്ട് യാക്കോബിന്റെ പുത്രന്മാരെ ആരും പിന്തുടർന്നില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളും ഞാനും വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുമ്പോൾ നമ്മളെക്കുറിച്ചുള്ള ഒരു ഭയം മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ദൈവം കൊടുക്കും. നിങ്ങളും ഞാനും ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവരാണെന്നുള്ള ബോധം മറ്റുള്ളവർക്ക് കൊടുക്കും. അവനെ എന്തെങ്കിലും നിലയിൽ ഉപദ്രവിച്ചാൽ നമുക്ക് നാശം വരുമെന്നുള്ള ചിന്ത ദൈവം അവരുടെ ഹൃദയങ്ങളിലേക്ക് കൊടുക്കും. അതുകൊണ്ട് ബഥേൽ, ഇറ്റ്സ് എ പ്ലേസ് ഓഫ് സെക്യൂരിറ്റി. ബഥേൽ, there is no more fear. ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ഇരിക്കുമ്പോൾ എന്തിനു ഭയപ്പെടണം? ദൈവം നമ്മോട് കൂടെയുള്ളപ്പോൾ നമ്മൾ എന്തിനു ഭയപ്പെടണം? ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ദൈവം നമ്മളോട് കൂടെയുള്ളപ്പോൾ നമ്മൾ എന്തിനു ഭയപ്പെടണം? നമ്മുടെ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ആ അധ്യായത്തിന്റെ അവസാനത്തിലേക്ക് ചെല്ലുമ്പോൾ കർത്താവ് വീണ്ടും പറയുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭയപ്പെടരുത്, അല്ലെങ്കിൽ ഭ്രമിക്കരുത് എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളും ഞാനും നമ്മോടുകൂടി ഒരു ദൈവമുള്ളത് കൊണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിന്റെ അഭയസ്ഥാനമാണോ ബഥേൽ? ദൈവത്തിന്റെ ഭവനം നീ ആശ്രയിക്കുന്ന ഇടമാണോ? അവിടെ നിനക്ക് ധൈര്യത്തോടെ കടന്നു ചെല്ലുവാനായിട്ട് കഴിയും. അതെ, നമ്മൾ അതൊരു സെക്യൂരിറ്റിയുടെ, സുരക്ഷിതത്വത്തിന്റെ സ്ഥലമായിട്ട് നമുക്കവിടെ കാണുവാൻ കഴിയും. ഇനിയും 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ബഥേലിന്റെ മറ്റൊരു പ്രത്യേകത നമ്മളവിടെ കാണുന്നു. അവിടെ നമുക്കറിയാം, ഏൽ എന്ന് പറഞ്ഞാൽ ദൈവം എന്നാണ്, ബഥേൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഭവനം എന്നാണ്. ബേത്ത് ഏൽ എന്ന് പറഞ്ഞിട്ട് പിന്നെയും ഒരു ഏൽ എന്തിനാണ്? ഏൽ ബഥേൽ എന്താണെന്നോ? ദൈവത്തിന്റെ ഭവനത്തിന്റെ ദൈവം. ഓ, ഇത് തന്നെ ഏൽ ഇസ്രായേൽ എന്നും ഇതിനു മുമ്പ് നാം കാണുന്നുണ്ട്. എന്താ ഏൽ ബഥേൽ? പ്രിയപ്പെട്ടവരെ, ഇവിടെയുള്ള സയോൺ ബ്രദറൻ അസംബ്ലിക്ക് ഒരു ദൈവമുണ്ട്. ഈ സയോൺ ബ്രദറൻ അസംബ്ലിയിൽ ഉലാവുന്ന ഒരു ദൈവമുണ്ട്. ഈ സഭയുടെ നടുനായകത്വം വഹിക്കുന്ന, ഈ സഭയെ നിയന്ത്രിക്കുന്ന, ഈ സഭയിൽ ഇരിക്കുന്നവരെ കാണുന്ന ഒരു ദൈവമുണ്ട്. ഏൽ ബഥേൽ, ദൈവത്തിന്റെ ഭവനത്തിന്റെ ദൈവം. ഓ, ഈ ദൈവത്തിന്റെ ഭവനത്തിനൊരു ഉടമസ്ഥനുണ്ട്. ഇത് കെട്ടഴിഞ്ഞ പുസ്തകമല്ല, നേതാവില്ലാത്ത ഇടമല്ല. ഈ സ്ഥലത്തിനൊരു നായകനുണ്ട്. ഓ, ദൈവഭവനത്തിന്റെ ദൈവത്തെ നമുക്കറിയാമോ? നമ്മൾ ഈ ദൈവഭവനത്തിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ മൂപ്പന്മാരെയും ഉപദേശകന്മാരെയും കാണാനല്ല വരുന്നത്, അവരുടെ വാക്ക് കേൾക്കാനല്ല വരുന്നത്, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനായിട്ടാണ് വരുന്നത്. ആ ദൈവത്തെ ആരാധിക്കുവാനായിട്ടാണ് വരുന്നത്. ഞാൻ വേഗം പോകട്ടെ. നമുക്ക് അടുത്തതായിട്ട് ഇവിടെ നിന്നും കാണാൻ കഴിഞ്ഞത് 6-ാമതായിട്ട് ഗോഡ്സ് പ്രസൻസ് ഈസ് ദെയർ. ദൈവത്തിന്റെ സാന്നിധ്യമുള്ള സ്ഥലമാണ് ദൈവഭവനം. ഞാൻ 7-ാമത്തെ കാര്യത്തിലൂടെ വന്ന് ഞാൻ ആ കാര്യം, 6-ാമത്തെ കാര്യം അടുത്തത്, 6-ാമത്തെ കാര്യം കൂടെ പറയട്ടെ. എ പ്ലേസ് ഓഫ് ഫ്രീഡം. നമുക്ക് അത് 35-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ കാണാൻ കഴിയും. 35-ന്റെ 8. ബഥേലിന് താഴെ ഒരു കരുവേലകത്തിന് കീഴെ അടക്കി. ആരെ? ആ ധാത്രിയായ ദെബോറയെ. അതിന് അല്ലോൻ ബാഗൂത്ത്, വിലാപവൃക്ഷം എന്ന് പേരിട്ടു. പ്രിയപ്പെട്ടവരെ, ഈ ദെബോറ ആരാണ്? ദെബോറ ആരാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ടെന്ന് നോക്കിയേ. റിബേക്കയുടെ ധാത്രി എന്ന് പറഞ്ഞാൽ യാക്കോബിന്റെ ഭാര്യയുടെ വേലക്കാരി, ദാസിയാണോ? റിബേക്ക എന്ന് പറയുന്നത് യാക്കോബിന്റെ അമ്മയുടെ വേലക്കാരി അല്ലേ, ദാസിയ. അതെങ്ങനെ ഇവിടെ വന്നേ? യാക്കോബ് ഒരു ദിവസം ഇവിടുന്ന് ഓടിപ്പോയതല്ലേ, പിന്നെ എങ്ങനെയാണ് ഈ ദെബോറ യാക്കോബിന്റെ വീട്ടിൽ വരുന്നത്? 16-ാമേന്ന് ഇവൻ യാത്ര തുടങ്ങിയപ്പോൾ ഇവളെങ്ങനെ അവിടെ വന്നത്? ഇവളെ കൊണ്ടായിരുന്നു അവൻ ഓടിപ്പോയേ. ദെബോറ
ഈ ഏശാവും യാക്കോബും റിബേക്കയ്ക്ക് ഉണ്ടായപ്പോൾ അന്ന് ഈ ദബോറയായിരിക്കും ഇളയ മോനെ നല്ലപോലെ ശുശ്രൂഷിച്ചേ, ഒത്തിരി കരുതിയത്. അങ്ങനെ അവൻ വളർന്നു വരുന്നതൊക്കെ ഈ ദബോറ കണ്ടു. ഒരു ദിവസം ഇവൻ ഒന്നുമില്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയപ്പം അവനെ അന്വേഷിച്ച് പോകുവാന്നും പറഞ്ഞു പോയതായിരിക്കും. അവള് വന്നത് മുതൽ ഈ വീടിനൊരാശ്വാസമാണ്. ഈ യാക്കോബിന്റെ വീട്ടിൽ പ്രസവ മത്സരമായിരുന്നു. 38 അധ്യായത്തിലോട്ട് വരണം. അവിടെ ഞാൻ അതിന് ഡെലിവറി കോമ്പറ്റീഷൻ ചാപ്റ്റർ എന്നാണ് ഞാൻ ഇട്ടേക്കുന്ന ടൈറ്റില്. അപ്പോൾ അവിടെ പ്രസവ മത്സരമായിരുന്നു. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഓരോന്നും ഉണ്ടാകുമ്പോൾ ഈ വല്യമ്മച്ചി, ഈ ധാത്രി, ഇവൾ ഈ കാര്യങ്ങളെല്ലാം നോക്കി നടക്കാൻ അറിവുള്ള ഒരുത്തിയായിട്ട് അവിടെ ഉണ്ടായിരുന്നു. ഇവള് വീട്ടിൽ വന്നത് വലിയ ആശ്വാസമായിരുന്നു. പക്ഷെ വഴിയാത്രയിൽ അവള് മരിച്ചു. അവരെല്ലാം ആ വീട്ടിലെ ദാസിയോർത്ത് കരഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മളും ചിലർ മരിക്കുമ്പോൾ കരയും. അമ്മായിയമ്മ ചാവുമ്പോൾ മോളിരുന്ന് കരയും. പക്ഷേ അവൾ കരയുമ്പോഴും ഒരു ചിരി കാണും അവളുടെ മുഖത്ത്. എന്താണെന്നറിയാമോ? എനിക്കിട്ട് എന്തൊക്കെ ചെയ്തിട്ടാ പോയേക്കുന്നത്, കണ്ടില്ലയോ കിടപ്പ് എന്നായിരിക്കും അവൾ ആ കണ്ണുനീരൊഴുക്കുമ്പോഴും ചിരിക്കുന്നതിൻ്റെ കാരണം. ചിലയിടത്ത് ഞാൻ അങ്ങനെ അമ്മായിമ്മമാരെ കണ്ടിട്ടുണ്ട്. ഒരു വീട്ടിൽ ചെന്നപ്പം മരുമോൾ അവിടെ ഇരുന്ന് ഫ്രണ്ടിൽ സോഫയിലിരുന്ന് നല്ല കാര്യങ്ങളെല്ലാം പറയുക. തൊട്ട് പുറകിൽ അമ്മായിയമ്മ ഇരിപ്പുണ്ട്. ഈ മോള് പറയുന്നത് മൊത്തം ചുമ്മാ നടന്ന് പുറകിരുന്ന് അമ്മച്ചി കാണിക്കുന്നതെല്ലാം ഞാൻ കണ്ടിട്ട് മുമ്പിൽ ഇരിക്കുന്ന ആളിനോട് ഞാൻ ഇങ്ങനെ പ്രതികരിക്കണം, മറ്റേ ആളിനോട് ഇങ്ങനെ പ്രതികരിക്കേണ്ട ഒരവസ്ഥ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ. പക്ഷെ ഇവള് മരിച്ചു. അവരെല്ലാം വല്ലാതെ കരഞ്ഞു. എന്താണ്? ഇവളെ കുടുംബത്തിന് ഒത്തിരി ആശ്വാസമായിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇവരൊന്നും കരഞ്ഞത് പോയല്ലോ എന്നോർത്തല്ല. പിന്നെന്താണെന്നറിയാമോ? അവർ സന്തോഷത്തിൻ്റെ ഒരു കരച്ചിലുണ്ടായിരുന്നു. അതെന്താണെന്ന് ഞാൻ പറയാം. ഞങ്ങൾക്കെന്ത് നന്മ ചെയ്ത മാതാവാ, ഞങ്ങൾക്ക് എത്ര അനുഗ്രഹമായിരുന്നു. ഓ, ഞങ്ങളെ കരുതി വളർത്തി വലുതാക്കി ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തിട്ട് പോയ ഞങ്ങളുടെ മാതാവ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ടവർ മരിക്കുമ്പോൾ നമ്മുടെ കരച്ചിലും അങ്ങനെ ആയിരിക്കണം. മരിക്കരുമ്പോൾ കരയരുതെന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന്. പിന്നെന്താ? നമ്മുടെ ആ കരച്ചിലിന്റെ സമയത്തും ഈ ദൈവം എനിക്ക് ഈ അമ്മയെ തന്നതിന്, ഈ അപ്പനെ തന്നതിന് സ്തോത്രം എന്ന് പറഞ്ഞ് സന്തോഷത്തിന്റെ കണ്ണുനീരൊഴുക്കുവാനിടയാകണം. പ്രിയപ്പെട്ടവരെ, ആ ബഥേലിന് താഴെയാണ് അവളെ അടക്കിയത്. വിലാപ വൃക്ഷം എന്നതിന് അവിടെ പേരുമിട്ടു. ആ സ്ഥലത്ത് നിന്ന് അവൾ പോവുകയാണ്. അവർ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നിന്നൊരു കാര്യം ഞാൻ പറയട്ടെ. ഇതൊരു സ്വാതന്ത്ര്യത്തിന്റെ ഇടമാണ്. ഇതൊരു സന്തോഷത്തിന്റെ ഇടമാണ്. ഇതുവരെയുള്ള ബദ്ധപ്പാടുകൾ മാറുന്ന ഇടമാണ്. സന്തോഷത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഇടമാണ്. നിങ്ങളും ഞാനും കർത്താവിനെ ആരാധിക്കാനായിട്ട് പോകും. എങ്ങനെയാണ് പോകുന്നത്? സന്തോഷത്തിന്റെ ഇടത്തിലേക്കാണോ? എനിക്കിവിടെ ഒത്തിരി കാര്യം പറയുവാൻ താല്പര്യമുണ്ടായിരുന്നു. നമ്മുടെ സമയം തീർന്നു. ഞാൻ ഒരു വാക്കുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. 7-ാം വാക്യത്തിൽ കാണുന്ന വാക്ക് ഒന്നുകൂടെ ഞാൻ വിശദീകരിക്കാൻ പോവുകയാണ്. നമുക്ക് ആ വാക്കൊന്നുകൂടെ ഒന്ന് വായിച്ചു കേൾക്കാം. 9-ാം വാക്യം. 9-ാം വാക്യം. മതി നമ്മളവിടെ വായിക്കുന്നത്. ദൈവം പിന്നെയും പ്രത്യക്ഷനായി അവനെ അനുഗ്രഹിച്ചു. ഇറ്റ്സ് എ പ്ലേസ് ഓഫ് ബ്ലെസ്സിങ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ട് ദൈവാലയത്തിലേക്ക് പോകണം. നിങ്ങളുടെ ഭർത്താവുമായിട്ട് ദൈവാലയത്തിലേക്ക് പോകണം. എന്തു വന്നാലും ദൈവത്തെ ആരാധിക്കുന്ന ഇടം, ദൈവവചനം കേൾക്കുന്ന ഇടം, കൂട്ടായ്മയുടെ ഇടം, അവിടേക്ക് നിങ്ങൾ പോകണം. ഇതൊരനുഗ്രഹത്തിൻ്റെ ഇടമാണ്. നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്കുള്ള അനുഗ്രഹം കൊണ്ടുവരുവാനായിട്ട് നമുക്ക് പോകാവുന്ന ഒരിടമാണ് ബഥേൽ. ഞാൻ ബഥേലിനെ കുറിച്ച് പറഞ്ഞതെല്ലാം ഇനിയും പറയുവാൻ ഒത്തിരി ഉണ്ട്. ഇവിടെ നിർത്തുന്നു. എനിക്ക് നിങ്ങളെക്കാൾ വേഗത്തിൽ ഈ സ്ഥലം വിട്ടു പോകണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ പോകേണ്ട താല്പര്യമുള്ളത് കൊണ്ടും സമയം പോയതുകൊണ്ടും ഞാനിവിടെ നിർത്തട്ടെ. ഈ ചിന്ത നിങ്ങൾ വീണ്ടും ധ്യാനിക്കണം. ഈ വേദഭാഗത്ത് ബഥേലിൻ്റെ മനോഹാരിത ഒത്തിരിയുണ്ട്. നിങ്ങൾക്കും എനിക്കും ജീവനുള്ള സത്യദൈവത്തിൻ്റെ ആലയം, സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായ ദൈവത്തിൻ്റെ ആലയം, അവിടെ നമ്മൾ നടക്കേണ്ടത് എങ്ങനെയെന്ന് അറിയണമെങ്കിൽ ബഥേലിൽ യാക്കോബ് ചെന്നപ്പോൾ അനുഭവിച്ച നന്മകളും അനുഗ്രഹങ്ങളും അതിൻ്റെ പ്രത്യേകതകളും എന്തെന്നൊന്ന് ധ്യാനിച്ചാൽ നമുക്ക് ആ ബഥേൽ ദൈവത്തിൻ്റെ ഭവനത്തെക്കുറിച്ച് ധ്യാനിക്കുവാൻ കഴിയും. ഈ ചിന്തകൾ നിങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കട്ടെ. ഇത് നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. എന്നെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി മറ്റൊരു സഹോദരൻ ഇവിടെ നിന്ന് ശുശ്രൂഷിക്കേണ്ടതായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം വന്നു. എങ്കിലും എനിക്ക് ഇങ്ങനെ സാഹചര്യം ഒരുക്കി എന്നെ ക്ഷണിച്ച് ഇങ്ങനെ സമയം അനുവദിച്ച ഇവിടെയുള്ള ഉത്തരവാദിത്തപ്പെട്ട എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. എന്നെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നെ അയച്ച എൻ്റെ ദൈവത്തിന് ഞാൻ സകല മഹത്വം അർപ്പിക്കുന്നു.
കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ കുടുംബത്തെയും നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കണം. എൻ്റെ ഭാര്യ സഹോദരി സിസി ഇപ്പോൾ കൊല്ലം സഹോദരി ഭവനിൽ ഇതേപോലെ സഹോദരിമാരുടെ ക്യാമ്പുണ്ട്, അവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ മകൻ ഷാലോം, അവൻ BCom ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. മകൾ ഷാരോൻ, അവൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ കുടുംബം കർത്താവിന് വേണ്ടി നിൽക്കുവാൻ നിങ്ങൾ ഞങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കണം എന്ന് അപേക്ഷിക്കുന്നു. എൻ്റെ സഹോദരിയാണ് ബിജു ആലടിയുടെ ഭാര്യ. അതുപോലെ എൻ്റെ ഭാര്യയുടെ ആങ്ങളെയാണ് ജോബി ജെയിംസ് പമ്പവാലി. അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൽ മറ്റു പലരും സുവിശേഷകന്മാരായിട്ടുണ്ട്. കർത്താവിൻ്റെ വേലയിൽ ഞങ്ങളെല്ലാവരും വർദ്ധിച്ചു വരുവാനും ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരായിട്ട് നിൽപ്പാനും ദൈവം ഞങ്ങളെ ഉപയോഗിപ്പാനും നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.